എല്ലാവർക്കും നമസ്കാരം. Welcome to the second session of Electromagnetic Induction. In the last class, we discussed the experiments of Faraday and Henry, magnetic flux, Faraday's law of electromagnetic induction. ഇന്ന് നമുക്ക് ആദ്യം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കാം. നോക്കൂ, ഈ അലുമിനിയത്തിൻ്റെ ചാനലിലൂടെ അയൺ ബ്ലോക്കും അതുപോലെ ഈ നിയോഡൈമിയം മാഗ്നറ്റും താഴേക്ക് വീഴുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. അയൺ ബ്ലോക്ക് താഴേക്ക് വീഴുന്നത് ശ്രദ്ധിച്ചല്ലോ. ഇനി നിയോഡൈമിയം മാഗ്നറ്റ് ഒന്നുകൂടി കാണിക്കാം. എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഈ മാറ്റം എന്തുകൊണ്ടാണെന്ന് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് സ്വയം പറയാൻ കഴിയണം. ഓക്കെ, ലെൻസസ് ലോ ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദ ഫിനോമിനൻ ഓഫ് production of an induced EMF in a coil due to the variation of magnetic flux linked with it. അതുമായി ബന്ധപ്പെട്ട് ഫാരഡേസ് ലോയും നമ്മൾ പരിശോധിച്ചു. ഫാരഡേസ് ലോ gives the magnitude of induced EMF and there was a negative sign in the expression of induced EMF. ഈ നെഗറ്റീവ് സൈനിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? It was explained by another physicist, Heinrich Friedrich Lenz. He was a German physicist. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ പൊളാരിറ്റിയും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷനും അദ്ദേഹമാണ് കൃത്യമായി വിശദീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ലോ ഇപ്രകാരമാണ്: ദ പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ടെൻസ് ടു പ്രൊഡ്യൂസ് എ കറണ്ട് വിച്ച് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ചാണ് ഇ എം എഫിനെയും അതുവഴി കറണ്ടിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രൊഡക്ഷന് കാരണമായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ എതിർക്കുന്ന തരത്തിലായിരിക്കും അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നാണ് ലെൻസസ് ലോ പ്രസ്താവിക്കുന്നത്. വി ഹാവ് ദ എക്സ്പ്രഷൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് d phi b divided by dt. The negative sign in this expression represents this effect. Hope you remember Faraday's experiment. മാഗ്നറ്റ് കോയിലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഫ്ലക്സ് വർദ്ധിക്കുന്നു, ശരിയല്ലേ? അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, ഈ വർധനവിനെ എതിർക്കുന്ന തരത്തിലായിരിക്കും അതുണ്ടാക്കുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ. അതുപോലെ മാഗ്നറ്റ് കോയിലിൽ നിന്ന് അകലേക്ക് പോകുന്തോറും ഫ്ലക്സ് കുറയുന്നു. ലെൻസസ് ലോ പ്രകാരം ഈ കുറവിനെ എതിർക്കുന്ന തരത്തിലായിരിക്കും അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ. ലൈക്ക് ദ ലോ ഓഫ് ഇനേർഷ്യ. ഒന്നുകൂടി വിശദീകരിക്കണോ? ശരി, കറണ്ട് ഫ്ലോ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ സൃഷ്ടിക്കും എന്ന് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മളതെല്ലാം വിശദമായി പരിഗണിച്ചിട്ടുണ്ട്. ഒരു സർക്കുലാർ ലൂപ്പിലൂടെ കറണ്ട് ഒഴുകുമ്പോഴുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓർത്തു നോക്കൂ, ഒരു സർക്കുലാർ കോയിലിലൂടെ കറണ്ട് ഒഴുകുമ്പോഴുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊളാരിറ്റി. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കൂ. ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, what will be the direction of magnetic field produced? Yes, we can apply right hand grip rule. Here the pointed thumb provides the direction of magnetic field. If the current is flowing in anti-clockwise direction, here it is north pole. Now, if the current is flowing in clockwise direction,
അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ തന്നെ പറയൂ. കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പ്രകാരം അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് പൊളാരിറ്റി സൗത്ത് ആയിരിക്കും. ശരി, അപ്പോൾ അതിങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെയുണ്ടാകുന്ന മാഗ്നറ്റിക് പൊളാരിറ്റി നോർത്തും, ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെയുണ്ടാകുന്ന മാഗ്നറ്റിക് പൊളാരിറ്റി സൗത്തും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ലെൻസസ് ലോയിലേക്ക് തിരിച്ചു വരാം. ഇഫ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് അപ്രോച്ചസ് ദ കോയിൽ, യു ആർ ട്രൈങ് ടു ഇൻക്രീസ് ദ ഫ്ലക്സ്. മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് കോയിലിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളവിടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് so as to oppose, yes, so as to reduce the flux. To reduce the flux, north pole should be developed there. മാഗ്നറ്റ് കോയിലിനടുത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഫ്ലക്സ് വർദ്ധിക്കുന്നത്. ഫ്ലക്സിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? മാഗ്നറ്റിൻ്റെ വരവിനെ ഒപ്പോസ് ചെയ്യണം. നോർത്ത് പോളിൻ്റെ വരവിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ അവിടെ നോർത്ത് പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. റൈറ്റ്. ടു റെഡ്യൂസ് ദ ഫ്ലക്സ്, north pole should be developed there. For that, induced current should flow in anti-clockwise direction. Now, if north pole is moved away from the coil, here you are trying to decrease the magnetic flux. According to Lenz's law, the direction of induced EMF is so as to increase the flux. ലെൻസസ് ലോ പ്രകാരം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഫങ്ഷൻ എന്താണ്? അതെ, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡിക്രീസിനെ ഒപ്പോസ് ചെയ്യുക. അതെ, ടു ഇൻക്രീസ് ദ ഫ്ലക്സ്, സൗത്ത് പോൾ ഷുഡ് ബി ഡെവലപ്ഡ് ദർ. ഫോർ ദാറ്റ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഷുഡ് ഫ്ലോ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇൻ ദ ഫിഗർ 4 different cases are shown. Using Lenz's law, you have to find the direction of induced current for all the cases. Lenz's law is in accordance with the law of conservation of energy. Suppose induced current Lenz's law പ്രകാരമല്ല ഫ്ലോ ചെയ്യുന്നതെന്ന് കരുതുക. എന്ത് സംഭവിക്കുമായിരുന്നു? ഇവിടെ ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ്റെ ഫലമായി EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഒരു കറണ്ടിനെ ഫ്ലോ ചെയ്യിക്കുന്നു, ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ പ്രകാരമല്ല ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? പരിശോധിക്കാം. നേരത്തെ നമ്മൾ കണ്ട അതേ എക്സാമ്പിൾ ഇവിടെയും പരിഗണിക്കും. ഒരു കോയിൽ, അതിനടുത്തേക്ക് വരുന്ന ഒരു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ്. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ കോയിലിനടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയല്ല എങ്കിൽ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ അപ്രോച്ച് ചെയ്യുന്നു, ഇവിടെ സൗത്ത് പോളാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കരുതുക. ചെറിയ ഒരു പുഷ് ആണെങ്കിൽ പോലും ഈ മാഗ്നറ്റ് കോയിലിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ തന്നെ മാഗ്നറ്റിൻ്റെ ഒരു നിരന്തര ചലനത്തിന് കാരണമാകും. ഇത് ഫിസിക്സിലെ അടിസ്ഥാന തത്വങ്ങളുടെ നിരാകരണമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ വയലേഷനാണ്. ഇനി യഥാർത്ഥ സാഹചര്യം പരിശോധിക്കാം. ലെൻസസ് ലോ പ്രകാരം തന്നെയാണ് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്കിൽ വെൻ നോർത്ത് പോൾ അപ്രോച്ചസ് ദ കോയിൽ, current will be developed and the current will be in anti-clockwise direction, and
magnetic north pole is developed there. Okay. Now the bar magnet experiences a repulsive force. നോക്കൂ, മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ കോയിലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ലെൻസസ് ലോ പ്രകാരം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻറ്റി ക്ലോക്ക് വൈസിലും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് പോൾ നോർത്തും ആണെങ്കിൽ ഈ അപ്രോച്ച് ചെയ്യുന്ന മാഗ്നറ്റിന് ഒരു റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. Therefore, we have to do work in moving the magnet. മാഗ്നറ്റിനെ മൂവ് ചെയ്യാൻ ചെലവഴിച്ച എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? ഈ എനർജിയാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്, അത് പിന്നീട് ജൂൾസ് ഹീറ്റിംഗ് ആയിട്ട് മാറുന്നത്. ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യപ്പെടുന്നു. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. നോക്കൂ, ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഈ കോയിലിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നോർത്ത് പോൾ വരുന്നത് കാരണം അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ വേരിയേഷൻ സംഭവിക്കുന്നു. ഈ ഫ്ലക്സിലെ വേരിയേഷനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഈ റിങ്ങിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്കൊരു റിപ്പൽഷനാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും റിപ്പൽഷൻ? മാഗ്നറ്റിൻ്റെ മോഷൻ കാരണം ഫ്ലക്സിൽ വേരിയേഷൻ വരുന്നു. അത് കാരണം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് ഇവിടെ നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അതെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ഈ നോർത്ത് പോൾ റിങ്ങിനടുത്ത് നിന്ന് വിഡ്രോ ചെയ്യുമ്പോഴോ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒരു സൗത്ത് പോൾ ക്രിയേറ്റ് ചെയ്യും, വിഡ്രോവലിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. ഇതുമൂലമുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓക്കെ, ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, മോഷണൽ ഇ എം എഫ്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഇ എം എഫിനെയാണ് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. ഇൻ ദ ഫിഗർ you can see a rectangular coil PQRS. The conductor PQ is free to move. This arrangement is placed in a uniform magnetic field B. ഈ റെക്റ്റാങ്കുലർ ലൂപ്പിലെ PQ എന്ന ആം സ്വതന്ത്രമായി മൂവ് ചെയ്യാവുന്ന തരത്തിലാണ്. Now we move the conductor PQ with a uniform speed V as shown in the figure. What happens? Yes, the magnetic flux is changing here. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് വേരി ചെയ്യുന്നു. ദെൻ the varying magnetic flux produces an induced EMF. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഇ എം എഫിനെയാണ് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. Now we have to deduce a mathematical expression for motional EMF. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ ഫാരഡേയ്സ് ലോ അനുസരിച്ച് ഇ എം എഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ ഫൈ ബി എന്തായിരിക്കും? ഇതൊരു റെക്റ്റാങ്കുലർ കോയിലാണ്. ആൻഡ് വി നോ ഫൈ ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ബോത്ത് ബി ആൻഡ് എ ആർ വെക്റ്റേഴ്സ്. ഹിയർ ബി ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഏരിയ ഡയറക്ഷനോ? പി ക്യു ആർ എസ് എന്ന ഏരിയയുടെ ഡയറക്ഷൻ അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. അതുപ്രകാരം ബിയും എയും വെക്റ്റർ ബിയും വെക്റ്റർ എയും സെയിം ഡയറക്ഷനിലായിരിക്കും. ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. ദെൻ ഫൈ ബി ഈസ് ഈക്വൽ ടു വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു ബി എ കോസ് തീറ്റ ഈക്വൽ ടു ബി എ കോസ് 0 ഈസ് ഈക്വൽ ടു ബി എ.
Okay. Then, what is A here? A is the area of the loop. The length Rs is equal to L and Rq is equal to X. Then area is equal to L into X. Now flux phi B is equal to BA is equal to B into L into X, BLX. ഇനി നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF കണ്ടു നോക്കാം. ഫാരഡേസ് ലോ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMF എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബി ഡിവൈഡഡ് ബൈ ഡി ടി. ഫൈ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ബി എൽ എക്സ്. ഹിയർ ബി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്, കോൺസ്റ്റൻ്റ് ആണ്. എൽ അത് ചേഞ്ച് ചെയ്യാത്ത ഒരു ലെങ്താണ്. എക്സ് ഡിസ്റ്റൻസ് മാത്രമാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഓൾ ദ അതർ ക്വാണ്ടിറ്റീസ് എക്സെപ്റ്റ് എക്സ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ദെൻ ഇ എം എഫ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ബി എൽ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഈ മോഷൻ നടക്കുന്നത് എക്സ് ലെങ്ത്ത് ഡിക്രീസ് ചെയ്യുന്ന തരത്തിലാണ്. ദെർഫോർ dx by dt is equal to negative v or negative dx by dt is equal to v. Substituting, we get EMF epsilon is equal to BLV. This is the mathematical expression for motional EMF. Motional EMF ന്റെ mathematical expression മറ്റൊരു തരത്തിലും നമുക്ക് deduce ചെയ്യാം using Lorentz force. ലോറൻസ് ഫോഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ബൈ മൂവിങ് ദ കണ്ടക്ടർ പി ക്യു ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി, മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ഇലക്ട്രോൺസ് ഇൻ പി ക്യു. ലോറൻസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വി ക്രോസ് ബി. ഹിയർ വി ആൻഡ് ബി ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. Therefore, magnitude of Lorentz force F is equal to QVB. What will be the direction of this force? For that, we can apply Fleming's left hand rule. നമ്മുടെ ഇടത് കൈയിൻ്റെ 3 വിരലുകൾ, ഫോർ ഫിംഗർ, തമ്പ്, മിഡിൽ ഫിംഗർ മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. മിഡിൽ ഫിംഗർ വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ ദ തമ്പ് വിൽ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ലോറൻസ് ഫോഴ്സ്. നമുക്ക് നോക്കാം. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. ഇങ്ങനെ വെലോസിറ്റി, കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അത് ഈ ഭാഗത്തേക്കാണ്. ആ ഭാഗത്തേക്ക് മിഡിൽ ഫിംഗർ ഡയറക്റ്റ് ചെയ്യുന്നു. ദെൻ ദ തമ്പ് വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ലോറൻസ് ഫോഴ്സ്. എന്താണ് അതിൻ്റെ ഡയറക്ഷൻ? അതെ, പി ക്യു ആമിലെ ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് നമ്മളിവിടെ കണ്ടത്. അത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. പിയിൽ നിന്ന് ക്യൂവിലേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഒരു കണ്ടക്ടർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിലെ ചാർജ് കാരിയേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യു വി ബി എന്നും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പിയിൽ നിന്ന് ക്യൂവിലേക്കാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ ഈ ചാർജ് കാരിയേഴ്സിൻ്റെ മോഷൻ നടത്തുന്നതിന് വേണ്ടി ആവശ്യമായി വന്ന വർക്ക് ഡൺ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ചാർജ് കാരിയേഴ്സ് ഫ്രം പി ടു ക്യു? വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. W is equal to force into displacement. Here the force F is equal to QVB. Displacement from P to Q. That length is L.
then we get work done W is equal to QVB into L. Okay. Now we need the EMF produced here. We know the definition of EMF. EMF is the work per unit charge. Then EMF epsilon is equal to W divided by Q. Substitute for W. QVBL divided by Q. We get BLV. The same result as we obtained before. നോക്കൂ, ഇപ്പോൾ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫലമായി ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറിയാണ്, മൂവ് ചെയ്യുന്നത് കണ്ടക്ടറാണ്. അങ്ങനെ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന EMF, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കിവിടെ കിട്ടി. ഇനി ഹൗ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് വെൻ എ കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ല, എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ ലഭിക്കും? ഫോർ എ സ്റ്റേഷനറി കണ്ടക്ടർ, ദ ഫോഴ്സ് ഓൺ ഇറ്റ്സ് ചാർജ് കാരിയേഴ്സ് ഈസ് ഗിവൺ ബൈ F is equal to Q into E plus V cross B. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ്, നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹിയർ ദ കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി. നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ടക്ടർ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി V is equal to 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം നമുക്കിതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ദെൻ F is equal to Q into E എന്ന് മാത്രം ലഭിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന് കാരണം ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ന് പറയേണ്ടി വരും. നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ടോ? നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാതെ അവിടെ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലഭിക്കുന്നു? ഇതാണ് മൈക്കൽ ഫാരഡെ കണ്ടെത്തിയത്. ദ ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ്. സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന പ്രസിദ്ധമായ കണ്ടെത്തലാണ് മൈക്കൽ ഫാരഡെ ഈ പരീക്ഷണത്തോട് അനുബന്ധമായി നടത്തിയിട്ടുള്ളത്. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫാരഡേസ് ഡിസ്കവറി. ഈ കണ്ടെത്തലിലൂടെയാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും പരസ്പരം റിലേറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം സ്ഥാപിച്ചത്. നമ്മളിന്ന് ലെൻസസ് ലോയും മോഷണൽ EMFഉം ആണ് വിശദമായി ചർച്ച ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. നന്ദി, നമസ്കാരം.